നീട്ടിയിട്ടുണ്ട്. മുഴുവൻ വിത്താക്കണം. ഒരു മുഴം പോരുന്ന പയറാണ്. എന്നിട്ട് അടുത്ത തിരുവാതിര ഞാറ്റുവേലയ്ക്ക് തൊടി നിറച്ചും കുത്തിയിടണം. MTയുടെ അസുരവിത്ത് എന്ന നോവലിലെ നബീസുവിന്റെ ചിന്തകളാണിത്. കേരളീയ ഗ്രാമങ്ങളിലെ കാർഷിക ചിന്തകൾ തേടിയുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര തുടരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടാം. ഡോക്ടർ RVG മേനോൻ, പ്രൊഫസർ MK പ്രസാദ്, ശ്രീമതി നിർമ്മല സാനു ജോർജ്, ഡോക്ടർ ലതാ ഭാസ്കർ. കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചണ്ഡീഗഡിലെ സെന്റർ ഫോർ റിസർച്ച് ഇൻ റൂറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ ഡയറക്ടർ ഡോക്ടർ PP ബാലൻ. വേത്ത്, തേക്കുകൂട്ട, ചക്രം, തുലാൻ, കാളത്തേക്ക് മുതലായവ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ജലസേചന യന്ത്രങ്ങളായിരുന്നു. ഇന്ന് ചെറുകിടവും വൻകിടവുമായ ജലസേചന പദ്ധതികൾ ആ സ്ഥാനം കൈയടക്കിയിട്ടും കാർഷിക രംഗത്ത് ആവശ്യമായ വെള്ളം എത്തിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാട്ടറിവുകളെയും നാടൻ സാങ്കേതിക വിദ്യകളെയും മറന്നുകൊണ്ട് ഒരിക്കലും ഒരു വികസനം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ സാധിക്കുകയില്ല. നമുക്ക് സ്വാഗതം ചെയ്യാം കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിനെ ഈ വേദിയിലേക്ക്. പേരാവൂരിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മുംതാസ് ബീഗം, വൈസ് പ്രസിഡന്റ് ശ്രീ PJ ആന്റണി, കൃഷി ഓഫീസർ ശ്രീ M രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ K ഗോവിന്ദൻ, കൂടാതെ മെമ്പർ ശ്രീമതി എൽസമ്മ ഡൊമിനിക്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ മാത്രം പ്രത്യേകതകൾ എന്തൊക്കെയാ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കൂ. സഖ്യന്റെ മടിത്തട്ടിൽ വിദേശാധിപത്യത്തെ വാൾത്തലയുടെ വരുതിയിൽ നിർത്തിയ വീരപശിയുടെയും ഹരിചന്ദ്രകോട്ടയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന കുറിച്യപ്പടയുടെയും താവളമായിരുന്ന, ലോകത്തെ ആകെ ത്രസിപ്പിച്ച അനശ്വരനായ വോളിബോൾ താരം ജിമ്മി ജോർജിന് ജന്മം നൽകിയ കുടിയേറ്റ മേഖലയും മലയോര മേഖലയുമായ മലബാർ കുടിയേറ്റത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ കർഷകരും കർഷക തൊഴിലാളികളും ഇടകലർന്ന് ജീവിക്കുന്ന പേരാവൂർ മണ്ഡലം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ പഞ്ചായത്തായ പേരാവൂർ. വളരെ മനോഹരമായി പ്രസിഡന്റ് പഞ്ചായത്തിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നു. പക്ഷെ നമുക്കിതൊക്കെ ഒന്ന് കാണണ്ടേ? ദൃശ്യങ്ങളിലേക്ക്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ പേരാവൂർ പഞ്ചായത്ത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ അധീനതയിലാണ്. പഴശ്ശി രാജാവിന്റെ കുടുംബക്ഷേത്രമാണ് ഇത്. ഈ ക്ഷേത്രത്തിനരികിലായി കാണപ്പെടുന്ന ഈ ഗുഹ പഴശ്ശിയും കൂട്ടരും നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഗുഹയിലൂടെ ഉള്ളിലേക്ക് പോകുന്ന വഴി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. ഈ കാണുന്ന സ്ഥലത്തായിരുന്നു കൊട്ടിയൂർ അമ്പലത്തിലേക്കുള്ള ഭണ്ഡാരം സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ ഗോപുരം വെടിവെച്ച് തകർത്തു കളഞ്ഞു. സുസ്ഥിര വികസനത്തിനായി പേരാവൂർ ഗ്രാമപഞ്ചായത്ത് എന്തൊക്കെ പദ്ധതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രാഥമികവും അടിസ്ഥാനപരവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ ജനങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എൻ്റെ പഞ്ചായത്ത് മുൻതൂക്കം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തികളും ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ, ആരോഗ്യ, കാർഷിക, സാംസ്കാരിക വേദികളിലെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ എൻ്റെ പഞ്ചായത്തിൽ കൊണ്ടുപോകുവാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പദ്ധതികളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. വികസന കാഴ്ചകളിലേക്ക്. കാർഷിക മേഖലയാണ് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ. കുടിയേറ്റ കൃഷിയുടെ ഒരു വലിയ ചരിത്രം പറയുവാനുണ്ട് ഈ പഞ്ചായത്തിന്. എന്നാൽ നഗരവൽക്കരണവും കാർഷിക മേഖലയിൽ സംഭവിച്ച ഇടിവും പേരാവൂരിലെ കാർഷിക പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കാർഷിക മേഖലയെ കൈപ്പിടിച്ചുയർത്താൻ പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ പലതാണ്.
പഞ്ചായത്തിലെ നെൽകൃഷി ഒന്നാം വിള 50 ഹെക്ടറിലും രണ്ടാം വിള 45 ഹെക്ടറിലും മൂന്നാം വിള 5 ഹെക്ടറിലായുമാണ് നടക്കുന്നത്. 15 വർഷത്തിനു ശേഷമാണ് പഞ്ചായത്തിൽ മൂന്നാം വിള നെൽകൃഷി ഇറക്കുന്നത്. പേരാവ് പഞ്ചായത്തിന്റെ കൃഷിയിൽ നെൽകൃഷിക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം. 50 ഹെക്ടർ സ്ഥലത്താണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. 325 ടൺ നെല്ലാണ് ഒരു വർഷം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മൂന്നാം വിള ഇറക്കാത്ത പാടങ്ങളിൽ പയർ കൃഷിയാണ് നടന്നുവരുന്നത്. ഒറ്റഞ്ഞാർ കൃഷിയിൽ കടലാസ് ഉപയോഗിച്ച് കളകളെ അകറ്റുന്ന രീതി സംസ്ഥാനത്ത് ആദ്യമായി പരീക്ഷിച്ചതും ഈ പഞ്ചായത്താണ്. 35 ഹെക്ടർ സ്ഥലത്താണ് പഞ്ചായത്തിന്റെ പച്ചക്കറി കൃഷി. കഴിഞ്ഞ വർഷം 498 ടൺ പച്ചക്കറിയാണ് പേരാവൂർ പഞ്ചായത്ത് ഉൽപ്പാദിപ്പിച്ചത്. കഴിഞ്ഞ വർഷം തൊട്ടാണ് നമുക്ക് കുടുംബശ്രീയുടെ ആനുകൂല്യങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. അത് ജനകീയ ആസൂത്രണത്തിൻ്റെ ഇതിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഒരു സ്പ്രെയർ, സാമ്പത്തിക സഹായം ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിന് ആകെ ആവശ്യമുള്ളതിന്റെ പകുതി പച്ചക്കറിയും പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. 2500ഓളം അടുക്കളത്തോട്ടങ്ങളും പേരാവൂരിന്റെ പച്ചക്കറി ഉൽപ്പാദനത്തിൽ കാര്യമായ സംഭാവന നൽകുന്നു. മണത്തണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഴത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത് കുട്ടികളും അധ്യാപകരും ചേർന്നിട്ടാണ്. ഇത്തരം സ്കൂൾ തോട്ടങ്ങൾ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകുകയും ചെയ്യുന്നു. മുൻവർഷം ഈ സ്ഥലത്ത് നടത്തിയ പച്ചക്കറി കൃഷിയിൽ വിവിധ തരത്തിലുള്ള വിളവുകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും മികച്ച പച്ചക്കറി തോട്ടമെന്ന ബഹുമതിയും അതോടൊപ്പം സംസ്ഥാന തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കൃഷിത്തോട്ടവുമായിരുന്നു ഞങ്ങളുടേത്. ഒപ്പം തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വളരെ നല്ല രീതിയിലുള്ള പ്രതികരണം, അവർ ഇതിൻ്റെ നടിയിൽ മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും കൂടുതലായിട്ടും കുട്ടികളുടെ പ്രവർത്തനം തന്നെയാണ് ഈ പച്ചക്കറി തോട്ടവും അതുപോലെ തന്നെ വാഴത്തോട്ടവും ഈ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്. കൃഷിയുടെ ശക്തിക്ക് ജലസേചനത്തിന്റെ പ്രാധാന്യം കൃത്യമായി തിരിച്ചറിഞ്ഞ പഞ്ചായത്താണ് പേരാവൂർ. ഒരു നാട്ടിലെ ജലവും മണ്ണും സംരക്ഷിച്ചാൽ മാത്രമേ ആ നാട്ടിലെ കൃഷി ശക്തമായി പോരുകയുള്ളൂ. ഈ തിരിച്ചറിവാവണം പേരാവൂർ പഞ്ചായത്തിനെ ഇത്തരം 104ഓളം താൽക്കാലിക തടയണകൾ കെട്ടാൻ പ്രേരിപ്പിച്ചത്. ഈ തടയണകൾ 500 ഹെക്ടറോളം വരുന്ന കൃഷിഭൂമിയിലേക്ക് ജലസേചനം നടത്തുക മാത്രമല്ല, ഓരോ വീടുകളിലെയും കിണറുകളിലെ ജലനിരപ്പ് ക്രമീകരിക്കുകയും ചെയ്യും. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയും മറ്റും പുതിയ തടയണകൾ ഉണ്ടാക്കുകയും നിലവിലുള്ള തടയണകൾ നവീകരിക്കുകയും ചെയ്തു. 2 ഹെക്ടർ സ്ഥലത്തെ പച്ചക്കറി കൃഷിക്കും 10 ഹെക്ടർ സ്ഥലത്തെ തെങ്ങ് കൃഷിക്കും ആവശ്യമായ വെള്ളം എത്തിക്കുന്ന ഈ കുളം പഞ്ചായത്ത് നവീകരിച്ചത് അടുത്തിടെയാണ്. കുട്ടികളിൽ കൃഷിയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുവാനുള്ള കൃഷിപാഠവും ഈ പഞ്ചായത്തിൽ സജീവമാണ്. കുട്ടികളുടെ വീട്ടിൽ എന്റെ പച്ചക്കറിത്തോട്ടം പദ്ധതി നടന്നുവരുന്നു. കഴിഞ്ഞ വർഷം തൊട്ടേ കൃഷി ഇറക്കാൻ തുടങ്ങി. ഏതൊക്കെ വിളകളുള്ളേ? വെള്ളരി, ചീര, പിന്നെ കഴിഞ്ഞ വർഷം വെണ്ടയ്ക്കയും ഇതെല്ലാം ഉണ്ടായിരുന്നു. വർഷം വെണ്ടയ്ക്ക വെച്ചില്ല. ഇവിടെ ഇതിനു മുന്നേ വിളവെടുത്തില്ലേ നിങ്ങൾ? അതൊക്കെ എന്ത് ചെയ്തു? അത് പിന്നെ ഓരോരുത്തർക്ക് കടയിലെല്ലാം കൊടുത്തു, പിന്നെ നമ്മൾ തന്നെ എടുത്തു. 3 കിൻഡലോളം വെള്ളരിക്ക കിട്ടിയ കഴിഞ്ഞല്ലോ. പിന്നെ ചീര അതുപോലെ തന്നെ. വിഷുവിനോടനുബന്ധിച്ച് കുടുംബശ്രീ ആരംഭിച്ചിരിക്കുന്ന വിപണന മേളയാണിത്. കുടുംബശ്രീയുടെ അംഗങ്ങൾ പല സ്ഥലങ്ങളിലായി കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറികളാണ് ഇവിടെ വിപണനത്തിന് വെച്ചിരിക്കുന്നത്. പച്ചക്കറികൾ മാത്രമല്ല, കുടുംബശ്രീയുടെ പല യൂണിറ്റുകളിലായി നിർമ്മിച്ച പല ഉൽപ്പന്നങ്ങളും ഇവിടെ വിപണനത്തിന് വെച്ചിട്ടുണ്ട്. 134 കുടുംബശ്രീ യൂണിറ്റുകളാണ് പേരാവൂർ പഞ്ചായത്തിൽ ആകെയുള്ളത്. മുഴുവൻ കുടുംബശ്രീ യൂണിറ്റുകളെയും ബാങ്കുമായി ബന്ധിപ്പിച്ച ജില്ലയിലെ 2ാമത്തെ പഞ്ചായത്താണ് പേരാവൂർ. ST കുടുംബശ്രീ യൂണിറ്റുകളെ ബാങ്കുമായി ബന്ധപ്പെടുത്തിയ ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്താണ് പേരാവൂർ. 10 കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് നടത്തുന്ന സൽക്കാര റെസ്റ്റോറന്റ് പേരാവൂരിൽ രുചികരമായ ഭക്ഷണം തേടി ആളുകൾ എത്തുന്ന ഒരു കടയാണ്. ഇവരുടെ വികസന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു. നമ്മുടെ ജഡ്ജസിന് ഒട്ടേറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എനിക്ക് താല്പര്യം തോന്നുന്നത് നിങ്ങളെ സമഗ്ര വിദ്യാഭ്യാസം ഒരു പ്രധാന പദ്ധതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്റെ പഞ്ചായത്തിൽ 8 സ്കൂളുകളാണുള്ളത്. 4 LP, 2 UP,
ഒരു ഹയർ സെക്കൻഡറി, ഒരു ഹൈസ്കൂള്. എല്ലാ വർഷവും ഈ വർഷവും കഴിഞ്ഞ വർഷവും 100% വിജയം കൈവരിച്ച സ്കൂളാണ്. ഏത് ക്ലാസ്സിലെ? 10ാം ക്ലാസ്സിലെ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള്. ഒപ്പം തന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് വൈകുന്നേരങ്ങളിൽ സ്പെഷ്യൽ ട്യൂഷൻ നൽകുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി യോഗ ക്ലാസ്, വോളിബോൾ പരിശീലനം, ബാൻഡ് സെറ്റ്, ട്രൂപ്പ് പരിശീലനം, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതൊക്കെ സ്കൂളിൽ തന്നെയാണോ കൊടുക്കുന്നത്? അതെ. പഞ്ചായത്ത് എന്താ അതിൽ പങ്കുവഹിക്കുന്നത്? ജനകീയ ആസൂത്രണം തുടങ്ങിയ ആ ഘട്ടം മുതൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഊന്നലെടുത്തുകൊണ്ടാണ് പേരാവൂർ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനം നന്നാക്കി. തുടങ്ങിയ വർഷം മുതൽ തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും ദൈനംദിന കുട്ടികൾക്ക് അറിവ് നേടുന്നതിന് വേണ്ടി പത്രങ്ങൾ വിതരണം നടത്തുന്നുണ്ട്. എല്ലാ വിദ്യാലയങ്ങളിലും ലൈബ്രറി പുസ്തകങ്ങൾ കൊടുത്തു. അതുപോലെ ഞങ്ങളെ പഞ്ചായത്തിൽ ST മേഖലയിൽ കൂടുതൽ കുട്ടികളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ജനകീയാസൂത്രണം തുടങ്ങിയ വർഷം മുതൽ 100 ദിവസം ഒരു വർഷം കുട്ടികൾക്ക് വൈകുന്നേരം അതാത് വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ചായയും ലഘുഭക്ഷണം കൊടുത്ത് ST കുട്ടികൾക്ക് പ്രത്യേക ട്യൂഷൻ സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അടുത്ത കാലത്ത് അഖിലേന്ത്യാ തലത്തിലെ പ്രഥം എന്ന് പറയുന്ന ഒരു സംഘടന മുഖേന നടത്തിയ പഠനത്തിൽ കാണുന്നത് 5ാം ക്ലാസ്സിലെത്തിയ കുട്ടികളിൽ പോലും പലർക്കും വായിക്കാൻ അറിഞ്ഞുകൂടാ, പ്രാഥമികമായിട്ടുള്ള ചതുഷ്ക്രിയകൾ ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഇത്തരം ശേഷികൾ എല്ലാവർക്കും ഉണ്ടോ എന്നറിയാൻ എന്തെങ്കിലും ടെസ്റ്റുകൾ അവിടെ നടത്തുന്നുണ്ടോ? ഇപ്പോൾ നിലവിലും നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വിലയിരുത്തൽ പഞ്ചായത്തുകൾ നടക്കുന്നുണ്ട്. അത് പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ പരീക്ഷയുടെ മാർക്കിൽ അല്ലെങ്കിൽ ഗ്രേഡിലുള്ള എയും ബിയും കിട്ടുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അല്ല അത്തരം അതിങ്ങനെ ഓഫ് ഹാൻഡായിട്ട് പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരം റെക്കോർഡ് വേണം. ഈ ഒരു പ്രോജക്റ്റ് നടപ്പാക്കി കഴിഞ്ഞാൽ അത് എത്രമാത്രം ഫലപ്രദമാണ് എന്ന് നമ്മൾ പരിശോധിച്ച് വിലയിരുത്തി തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്തണോ എന്ന് ഒരു കുറെ കാലമായിട്ട് തുടരുന്ന ഒരു പ്രോജക്റ്റാണല്ലോ. അപ്പം അത്തരം ഒരു പ്രക്രിയ വേണം എന്ന് സൂചിപ്പിക്കുകയാണ്. വേറൊരു സംശയം, നിങ്ങളുടെ വീഡിയോയിലും കാണിച്ചു ഒരു ഇൻസിനറേറ്റർ കാണിച്ചു. അതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് നിർമ്മൽ പുരസ്കാരം കിട്ടിയത് എന്ന് പഞ്ചായത്ത് കരുതുന്നുണ്ടെന്നും തോന്നുന്നു. അത് ശരിയല്ല കേട്ടോ. വാസ്തവത്തിൽ ഈ മുനിസിപ്പൽ വേസ്റ്റ് കത്തിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതുകൊണ്ട് ഇത് അഥവാ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വെളിയിൽ കാണിക്കരുത്. അത് എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടി നമ്മുടെ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ കാലാവസ്ഥയ്ക്കും വേസ്റ്റിൻ്റെ സ്വഭാവത്തിനും ഏറ്റവും നല്ല രീതി. ഇങ്ങനെയാണ് ഇപ്പോൾ കുടിയേറ്റവും റബ്ബർ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ദാരിദ്ര്യം വളരെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? NREGS-നൊന്നും ആളെ കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയുണ്ടോ? അങ്ങനെയില്ല. ഇല്ല. പിന്നെ എന്താ അവർക്ക് പണി കൊടുക്കാത്ത? 17 ദിവസമേ ശരാശരി കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞ കൊല്ലം. ആവശ്യക്കാരില്ലാത്തത് കൊണ്ടാണോ അതോ നമുക്ക് കൊടുക്കാൻ കഴിയാത്ത? ആവശ്യക്കാരില്ലാത്തതുകൊണ്ടാണ്. രജിസ്ട്രേഷൻ ആദ്യം വലിയ രീതിയിൽ രജിസ്ട്രേഷൻ 2300ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒന്നും കൂടി കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. 2500 മേലെ വരുന്നുണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം ആവശ്യക്കാരുണ്ടെന്നല്ലേ? പിന്നെ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് ഉള്ള ഒരു ധാരണ മറ്റൊന്ന് എന്തൊക്കെയോ സൗകര്യങ്ങൾ കിട്ടും എന്നുള്ള ഒരു ധാരണ. എന്താണെങ്കിലും ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് സൗജന്യമായിട്ട് 50 ദിവസം പണിയെടുത്തവർക്ക് അരി വരാൻ വേണ്ടി പോകുന്നുണ്ട്. 100 ദിവസം ആ രീതിയിലുള്ള സൗജന്യ ഇൻഷുറൻസ് കാര്യങ്ങൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. 200 ആദിവാസി കുടുംബങ്ങളുണ്ട് അല്ലേ? 200-250 അവരുടെ അവസ്ഥ എങ്ങനെയാണ്? അവർക്ക് ഭൂമി ഉള്ളവരാണോ? ഭൂമി ഇപ്പം ഞങ്ങളുടെ ഒരു 88ഓളം ആദിവാസി വിഭാഗത്തിന് ആറളം ഫാമിൽ ഭൂമി കിട്ടിയിട്ടുണ്ട്. അവിടെയുള്ള തൊട്ടടുത്താണല്ലോ. പിന്നെ പഞ്ചായത്തിലും ഒട്ടേറെ ആൾക്കാർക്ക് മിച്ചഭൂമിയായിട്ട് ഭൂമി ലഭിച്ചിട്ടുണ്ട്. അത് മലമ്പ്രദേശങ്ങളിലൊക്കെയാണ്. അവരവിടെ പോയി താമസിക്കുന്നത്. ഭൂമി ഇല്ലാത്തവരെ കർഷക തൊഴിലാളികളായിട്ട് പണിയെടുക്കുന്നവരാണോ? അതെ ആണ്. അപ്പൊ അവർക്കെങ്കിലും ഈ 100 ദിവസം തൊഴിൽ കൊടുക്കാൻ കഴിയുന്നുണ്ടോ? കഴിയേണ്ടതല്ലേ? അവര് ഇപ്പം ഈ വർഷം ഞങ്ങൾക്ക് ഒരു പട്ടികവർഗ വിഭാഗത്തിൽ ഒരു കുടുംബത്തിന് 100 ദിവസത്തിൽ എത്തിക്കാൻ പറ്റും. ഒരു ദിവസം. കാരണം ഒരു കുടുംബത്തിന് ബാക്കി അവര് സന്നദ്ധരായ ആദ്യം അവര് സന്നദ്ധ ഒഴിവായി നിൽക്കുമായിരുന്നു. കാരണം ദിവസം വേതനം ലഭിക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട്. കാരണം 14 ദിവസങ്ങൾ കൊടുക്കണം. ബാങ്ക് വഴിയാണ് ഇതിന്റെ കൂലി ലഭിക്കുന്നത്. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അസൗകര്യമായിട്ട് വന്നതുകൊണ്ടാണ് ആദിവാസി വിഭാഗങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിന്നത്. ഇപ്പം നിരന്തരമായിട്ടുള്ള ബോധവൽക്കരണത്തിലൂടെ കാര്യങ്ങളിലൂടെ എല്ലാം അവരെയും കൂടി ഞങ്ങൾ കൊണ്ടുവരും. ശരി. കാർഷിക പ്രത്യേകതകൾ ഒറ്റഞ്ഞാർ കൃഷി എന്താണ് വെച്ചിട്ടുണ്ട്? അത് ഞങ്ങൾക്ക് പിടിയില്ലല്ലോ. ഒറ്റഞ്ഞാർ കൃഷി കേരളത്തിൽ ആദ്യമായി എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ
പ്ലാൻ കോർഡിനേറ്ററും 2008-09 വർഷത്തെ